നമസ്കാരം, ഡോക്ടർ അൽഫിനെയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രണ്ട് കൊച്ചുമിടുക്കരാണ്. ഇവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിന് പിന്നിലുണ്ടായ കാരണത്തെക്കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടിക്കാലം, അവരുടെ പഠനം, അവരുടെ സോഷ്യൽ ലൈഫ് ഇതെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാനും അവർക്ക് നല്ലൊരു മുന്നോട്ടുള്ള ഒരു ജീവിതം കൊടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നമുക്ക് ആദ്യം മോനെ പരിചയപ്പെടാം. മോന്റെ പേരെന്താ? ഋഷികേശ്. എത്ര വയസ്സ്? 12. മോൻ എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? എനിക്ക് നെഞ്ചു വിലക്കും ഷോൾഡർ പെയിനും ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. ക്ഷീണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ക്ഷീണം എന്ന് വെച്ചാൽ എങ്ങനെയാ ക്ഷീണം തോന്നിയത്? കളിക്കാനത്തെ ക്ഷീണം ഉണ്ടാവും, പിന്നെ രാവിലെ എഴുന്നേൽക്കാനും പറ്റാറില്ല. ഓക്കെ. ഈ നെഞ്ചു വിലക്കെന്ന് പറഞ്ഞാൽ ഗ്യാസ് കയറിയിട്ട് അതെ, വിലങ്ങുന്ന പോലെ വയറൊക്കെ വേദനയൊക്കെ എടുക്കുമായിരുന്നോ? ഓക്കെ. ഈ ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോഴേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, കുറേ ഒന്നും പറ്റില്ലായിരുന്നു. എഴുതുമ്പോ വേദനകളൊക്കെ ഉണ്ടായിരുന്നോ? കൈവേദന ഉണ്ടായിരുന്നു. കൈവേദനയുണ്ട്. കളിക്കുമ്പോഴോ? കളിക്കുമ്പോൾ വലുതായിട്ട് കളിക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ കിതപ്പും എല്ലാം ഉണ്ടാവും. പെട്ടെന്ന് ക്ഷീണം വരും അല്ലേ? ശരി, ഇനി നമുക്ക് മോളോട് ചോദിക്കാം. മോളുടെ പേരെന്താ? എൻ്റെ പേര് അനവദ്യ. മോക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? എനിക്ക് ജലദോഷം തുമ്മലും ഉണ്ടായിരുന്നു, മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, രാവിലെ എണീക്കുമ്പോ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുമായിരുന്നു, മാസത്തിലൊക്കെ തുടങ്ങുമ്പോ തന്നെ ആശുപത്രിയിൽ പോയി ആവി പിടിക്കും തുമ്മല് കാരണം, പിന്നെ വെയിറ്റ് കൂടുതലായിരുന്നു, വെയിറ്റ് കൂടി വരുന്നുണ്ടായിരുന്നു, ഹൈറ്റും കുറവായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 2 ആഴ്ച ആയില്ലേ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്? ഇപ്പൊ നമുക്കുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്? ഇപ്പൊ വേദനകളൊക്കെ പോയി, നല്ല വിശപ്പുണ്ട്, പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം നന്നായി കുറഞ്ഞു, പിന്നെ ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട്. ക്ഷീണം മാറിയോ? രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഇപ്പൊ കളിക്കുമ്പോ? ഇല്ല, കളിക്കുമ്പോ കിതപ്പില്ല. മോൾക്ക് വണ്ണം കൂടുമായിരുന്നു എന്ന് പറഞ്ഞു. മോൻ എങ്ങനെയായിരുന്നു? എനിക്ക് വണ്ണം കുറയുമായിരുന്നു. ശരി, ഓക്കെ. ഇനിയിപ്പൊ നമുക്ക് മോൾക്കുള്ള മാറ്റങ്ങൾ ചോദിച്ചു നോക്കാം. മോൾക്ക് ഇപ്പം ജലദോഷവും തുമ്മലും ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഒരു ദിവസം 4-5 തുമ്മാറുള്ളൂ. ഇപ്പൊ ശ്വാസം മുട്ട് വരുന്നുണ്ടോ? ഇല്ല. മോക്ക് ഇച്ചിരി വണ്ണം കുറഞ്ഞോ? വണ്ണം കുറഞ്ഞു. ഇച്ചിരി ഹൈറ്റ് കൂടിയതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. വെരി ഗുഡ്. മുടി കൊഴിച്ചിലൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ആക്റ്റീവായി അല്ലേ? പഴയതിനെ കഴിഞ്ഞ് നന്നായിട്ട് ആക്റ്റീവായി. മോന്റെ മാറ്റങ്ങൾ, മോനിപ്പോൾ കളിക്കാനൊക്കെ കൂടും. നല്ല ആക്റ്റീവാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. വെരി ഗുഡ്. 2 കൊച്ചു മിടുക്കർ അല്ലേ? ഇവര് കസിൻസ് ആണ്. ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളാണ്. ഇവരുടെ അമ്മമാര് നമ്മുടെ ട്രീറ്റ്മെന്റിലാണ്. അപ്പോൾ അമ്മമാർക്ക് 2 പേർക്കുള്ള പ്രശ്നം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അപ്പോൾ അവരിങ്ങനെ ഈ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ മോന് ഏറ്റവും വലിയ പ്രശ്നം അവർ അഭിമുഖീകരിച്ചിരുന്നത് വിശപ്പില്ലായ്മ. കൊച്ചൊന്നും കഴിക്കുന്നില്ല, സ്കൂളിൽ കൊടുത്തു വിടുന്ന ഫുഡ് അതേപടി തിരിച്ചു കൊണ്ടുവരുന്നു. വിശപ്പ് കൂടാനുള്ള പല മരുന്നുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചു കൊടുത്തു നോക്കി, പക്ഷേ കൊച്ചിന് വിശപ്പ് കൂടുന്നില്ല, ഫുഡ് കഴിക്കണില്ല. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചു വിലകുന്നു എന്ന് കൊച്ചു പറഞ്ഞില്ലേ, അമ്മ എനിക്ക് അറ്റാക്ക് വരുവാന്നാ തോന്നണേ എന്നാണ് കൊച്ചു പറയണേ അമ്മയോട്. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം എന്താണ്, അത്രയും വേദന എടുത്തിട്ടാണ് കൊച്ചത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മോളെ സംബന്ധിച്ചാണെങ്കിലോ, മോൾക്ക് എല്ലാ ദിവസവും തുമ്മലാണ്, നിർത്താതെ തുമ്മൽ വരുന്നു, തുമ്മി അത് ശ്വാസം മുട്ടലിലേക്ക് വരുന്നു. അങ്ങനെ പോയി ആവി പിടിക്കണം എന്ന് പറഞ്ഞില്ലേ, നെബുലൈസേഷൻ എടുക്കുന്നതിനെ പറ്റിയാണ് കൊച്ചത് പറഞ്ഞത്. അപ്പം എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോയി 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നെബുലൈസേഷൻ എടുക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. ആ കുഞ്ഞു വെച്ച് ഇതൊക്കെ വെച്ച് എത്രമാത്രം പേടിയും മാനസിക സമ്മർദ്ദവും ഒക്കെ അത് അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെയും ലക്ഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ടെസ്റ്റ് ചെയ്തിട്ട് വാ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചു. കാരണം 2 പേർക്കും ആൻറ്റിബോഡീസ് ഉണ്ട്, പക്ഷെ 2 പേരുടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരുന്നു അല്ലേ? അപ്പം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം ഇത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരത് കണ്ടുപിടിക്കുമായിരുന്നോ? കണ്ടുപിടിച്ചേക്കാം. എപ്പോൾ? ഭാവിയിൽ 10, 15, 18 വർഷം കഴിഞ്ഞ് TSH ലെവലിൽ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ മാത്രമേ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോഴേക്കും അവരുടെ കുട്ടിക്കാലം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു.
അവരുടെ ആ നല്ല പ്രായം എല്ലാം പല പല ബുദ്ധിമുട്ടുകളാലും അസുഖങ്ങളാലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയും തീർക്കേണ്ട ഒരു സാഹചര്യം വന്നേനെ. പക്ഷെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായ മാറ്റങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും തുടരുന്നുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അത് കൊച്ചു കുട്ടികൾക്കും വരാം. പ്രത്യേകിച്ച് ബ്ലഡ് ലൈനിൽ തൈറോയ്ഡ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ അവരുടെ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ആ ഫാമിലിയിൽ തൈറോയ്ഡ്, അത് ചിലപ്പോൾ മുഴയായിട്ടാവാം, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ടാവാം, ചില ആളുകാർക്ക് തൈറോയ്ഡ് എക്ടമി ഒക്കെ കഴിഞ്ഞ ഒരു വീട്ടിലുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എല്ലാം പറയാൻ പോയാലും നമ്മുടെ വീഡിയോ നീണ്ടുപോകും. ആരൊക്കെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതേ ലക്ഷണങ്ങൾ തന്നെ കുട്ടികളും കാണിച്ചേക്കാം. എല്ലാ ലക്ഷണങ്ങളും കാണിച്ചില്ലെങ്കിലും 4 or 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം TSH അല്ല നമ്മൾ ചെക്ക് ചെയ്യുക. TSH വേരിയേഷൻ വരുന്നത് 4th സ്റ്റേജിലാണ്. ഇപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ അതിന് പല സ്റ്റേജുകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആൻറ്റിബോഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ 1-2 സിംറ്റംസ് കാണിച്ചു തുടങ്ങും. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ട്, കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ട്, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് ഉണ്ട്, വളരെയധികം ലക്ഷണങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് TSH നോർമലായിട്ടിരിക്കും. 4th സ്റ്റേജിൽ ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസ് ഉണ്ട്, ശരീരത്തിന് നല്ല ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, TSH വേരിയേഷൻ ഉണ്ട്, അതായത് TSH ഹൈപ്പോയോ ഹൈപ്രോ അങ്ങനെയുള്ള വേരിയേഷൻ കാണിക്കും. അപ്പം ഇത് 4th സ്റ്റേജിലാണ് നമ്മൾ പോയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുകയും അതിലെ വേരിയേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും ശരീരത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒത്തിരിയാണ്. നീർക്കെട്ടുകൾ വിട്ടുമാറാതെ കിടക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഒന്നിനു പുറകെ കൂടിക്കൂടി വരുന്നു. ഇതുപോലെ സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഇപ്പം അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നെങ്കിൽ അലർജികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം തൈറോയിഡിലെ പ്രശ്നങ്ങൾ പുറയിൽ കിടന്ന് വഷളായി അലർജിയും മാറുന്നില്ല, മറ്റു ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരും. ഇവിടെ ഇപ്പം കൊച്ചിന് നെബുലൈസേഷനെ തുടങ്ങി, ഇനി അത് ഇൻഹേലറിലേക്ക് മാറുന്നു, മറ്റു ഗുളികളിലേക്ക് മാറുന്നു, സ്റ്റെറോയിഡ് മരുന്നുകൾ, അങ്ങനെ ഒന്നിനു പുറകെ മരുന്നുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇത് അസുഖം ഒട്ടും മാറുന്നുമില്ല, മറ്റു പുതിയ പ്രശ്നങ്ങളിലേക്ക് ഹോർമോണൽ വേരിയേഷനിലേക്കൊക്കെ വരികയും ചെയ്യും. ഇത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 10, 15, 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക്. ഒരുപക്ഷെ 20 വയസ്സിലാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ അത്രയും നാൾ അവരുടെ ജീവിതം പോയില്ലേ, അവരുടെ കുട്ടിക്കാലം പോയി, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് മരുന്നുകൾ ഒന്നിനു പുറകെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതൊക്കെയും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുക, അതിനെ ചികിത്സിക്കുക. അത് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. കൊച്ചു കുട്ടികൾ അവർ വിചാരിക്കുന്ന ഇതായിരിക്കും, ഈ അസുഖം ഇതൊരു അസുഖമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതാണ് ലൈഫ് എന്നാണ് അവർ ചിന്തിക്കുക. മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക, ഒരു ആരോഗ്യമില്ല, ഒന്നിനൊരു ഉന്മേഷവും ഇല്ല, എപ്പോഴും മടി പിടിച്ച് തളർന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ആയിരിക്കും. അപ്പം അതാണ് ലൈഫ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ആയിരിക്കണോ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടിക്കാലം? അവർ നല്ല ആക്റ്റീവായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരാവണ്ടേ? അപ്പം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തുന്നുണ്ടോ എന്നറിയാൻ എല്ലാ മാതാപിതാക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആ മുമ്പ് ചെയ്തിട്ടിരിക്കുന്ന ആ വീഡിയോയും കണ്ട് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കിയാൽ അതിന് പ്രയോജനം കിട്ടുന്നത് നിങ്ങളുടെ കുട്ടിക്കാണ്. കാരണം അവർക്ക് നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.